മനുഷ്യന് എവിടെയാണോ എന്തോ. വാ നോക്കാം. ചെറിയമ്മ വെറുതെ ടെൻഷൻ ആവാതെ, ചെറിയച്ഛൻ ഉടനെ വന്നോളും. അതല്ല പൂർണിമ, കുറച്ചു നാളായിട്ട് സാദിവേട്ടന്റെ പെരുമാറ്റത്തില് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. എന്തോ ചുറ്റിക്കളി ഉണ്ടെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ ഈ വെളുപ്പാങ്കാലത്ത് എന്നോട് മിണ്ടാതെ ഫോൺ ഓഫാക്കി പോവോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീരജ വെറുതെ ആലോചിച്ച് കാട് കയറണ്ട, അവൻ വന്നോളും. നിങ്ങക്ക് അങ്ങനെയൊക്കെ പറയാം, നഷ്ടപ്പെടുന്നത് എന്റെ ജീവിതമല്ലേ. ചെറിയമ്മ ഇതൊക്കെ ചെറിയമ്മയുടെ വെറും തോന്നലാ. ചെറിയച്ഛൻ അങ്ങനെ ഒന്നും ഉള്ള ഒരാളല്ല. ആർക്കറിയാം, മനുഷ്യന്റെ സ്വഭാവല്ലേ, എപ്പോഴാ മാറുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ചെറിയമ്മ ഞാനൊന്ന് പറയട്ടെ. എന്നാലും ഇവൻ എവിടെ പോയതാ? കാളി കാളി മഹാകാളി ഒരു കൊടിയ ബാധയാണ്. ആവാഹിച്ച് ദേ കുടത്തിലാക്കിയിട്ടുണ്ട്. ഭാഗ്യം കൊണ്ടാ ജീവൻ തിരിച്ചു കിട്ടിയത്, അല്ലെങ്കിൽ ഇപ്പൊ പടമായേനെ. സ്വാമി, എന്നെ രക്ഷിക്കണം. പേടിക്കണം, തൽക്കാലം ശല്യം ഉണ്ടാവില്ല. അയ്യോ, സമാധാനമായി. സമാധാനിക്കാറായിട്ടില്ല. ശല്യം പൂർണ്ണമായി ഒഴിയണമെങ്കിൽ ദാ ഈ തകിടുകൾ മിണ്ടാതെ ഉരിയാടാതെ വീടിന്റെ എല്ലാ മൂലയിലും കുഴിച്ചിടണം. ആരെന്തു ചോദിച്ചാലും ഒന്നും മിണ്ടരുത്. സ്വാമി, എനിക്കെന്തോ ഒരു പരവേശം പോലെ. ഇച്ചിരി വെള്ളം തരൂ. പറ്റില്ല, അതൊക്കെ ആ ബാധ തോന്നിപ്പിക്കുന്നതാണ്. വെള്ളവും പറ്റൂല്ലേ? ഈ തകിടുകൾ കുഴിച്ചിടുന്നത് വരെ ആംഗ്യഭാഷ മാത്രം. അയ്യോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ പണ്ടാരടങ്ങിയ ബാധയൊന്ന് ഒഴിവാക്കി കിട്ടിയാ മതി സ്വാമി. ഇനി വാ തുറക്കരുത്. കൈനീട്ട്. ആ കൈയല്ല, മറ്റേ കൈ. പറഞ്ഞതോർമ്മയുണ്ടല്ലോ, മിണ്ടാതെ ഉരിയാടാതെ.
അയ്യോ സ്വാമി വീണ്ടും വന്നു സ്വാമി. പേടിക്കണ്ട, പൊയ്ക്കോ, മുന്നോട്ട് പൊയ്ക്കോ. അയ്യോ ഓടിക്കോ. ഇതിന്റെ കളറ് കൊള്ളാല്ലേ? എങ്കിൽ ഇത് സെലക്ട് ചെയ്യട്ടെ. പൃഥ്വി, ആ എന്താ ചെറിയമ്മേ, എന്തൊരു ടെൻഷൻ പോലെ? സഹദേവേട്ടനെ കാണുന്നില്ല മോനെ. ഏ? നീ ഏട്ടനെ കണ്ടിരുന്നോ? ഇല്ല, ചെറിയച്ഛൻ എവിടെ പോയതാ? അറിയില്ല, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ റൂമിലില്ല. അല്ല, എങ്കിൽ ഫോണിലൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? വിളിച്ചു, പക്ഷെ ഫോൺ സ്വിച്ച് ഓഫാ. ഈ മനുഷ്യൻ എവിടെ പോയതെന്ന് അറിയാനിട്ട് ഒരു സമാധാനവും ഇല്ല. ആരോടൊന്നും പറയാതെ ചെറിയച്ഛൻ എവിടെ പോയതായിരിക്കും? എന്നോട് പറയാതെ ഒരു സ്ഥലത്തും പോവാത്ത ആളായിരുന്നു. ഇപ്പൊ എന്തെയും മാറ്റമൊന്നും മനസ്സിലാവുന്നില്ല. ടെൻഷൻ ആവാതെ നമുക്ക് അന്വേഷിക്കാം. അതെ, ഏതായാലും ദൂരെ ഒരിടത്തേക്കും പോയി കാണില്ല. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പറയുമല്ലോ. ആ ഇന്നലെ രാത്രി സഹദേവേട്ടൻ എന്തോ കണ്ട് നന്നായി പേടിച്ചിട്ടുണ്ട്. അതാ എന്റെ ടെൻഷൻ. പുറത്തുള്ളവരെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചാ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇനി എന്തൊക്കെ ഇവിടുന്ന് നഷ്ടപ്പെടുമെന്ന് ആർക്കറിയാം? അഷിത, ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചാണോ പറയുന്നേ? ഞാൻ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല. ഇനി സ്വയം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനുമില്ല. അഷി വേണ്ട, വെറുതെ അനാവശ്യം വിളിച്ചു പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണ്ട. അശ്വി പറഞ്ഞില്ല എന്താ തെറ്റ്? ഇന്നേ വരെ ഈ വീട്ടിൽ നടന്നിട്ടില്ലാത്ത പല കാര്യങ്ങളുമാണ് നിങ്ങളിവിടെ വന്ന ശേഷം നടക്കുന്നത്. നിങ്ങൾ പരസ്പരം ഓരോന്ന് പറഞ്ഞ് തർക്കിച്ച് സമയം കളയാതെ എന്റെ സഹദേവേട്ടൻ എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കും. ചെറിയമ്മ വിഷമിക്കാതെ, നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ചെറിയച്ഛനിങ്ങ് വരും. അതെ, എന്നിട്ടും വന്നില്ലെങ്കിൽ നമുക്ക് പോലീസിൽ അറിയിക്കാം. ആ ഇതൊന്നുമല്ല. ഇനി അങ്ങേരാ പഴയ ബന്ധം അങ്ങനെ പുതുക്കാൻ പോയോന്നാ എന്റെ പേടി. ചെറിയച്ഛൻ പഴയ കാമുകയാണെങ്കിൽ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ഏയ് അങ്ങനൊന്നും ആവില്ല. അതൊക്കെ ചെറിയമ്മയ്ക്ക് വെറുതെ തോന്നുക. എനിക്കൊന്നും അറിയില്ല. ആലോചിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല. ഈ മനുഷ്യനത് എവിടെയാണോ എന്തോ. വാ നോക്കാം. അയ്യോ സഹദേവേട്ടാ,